ഹായ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇത്തവണ ഒരു ട്രാവൽ വ്ളോഗാണ് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ ഫാമിലി ആയിട്ട് എല്ലാവരും കൂടെ ഒരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യുകയാണ്. വേറെ എവിടെയല്ല, ഭൂലോക വൈകുണ്ഠം എന്നറിയപ്പെടുന്ന ആന്ധ്രാപ്രദേശിലെ തിരുപ്പതി തിരുമല ദേവസ്ഥാനം, തിരുപ്പതി ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത്. അപ്പോൾ എവിടെയാണേലും ഒരു ലോങ് ജേർണി ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ഭഗവാൻ ഒരു കാണിക്കുകയും ഒരു തേങ്ങയും എടുത്ത് വെക്കാറുണ്ട്. നാളികേരവും വെച്ചിട്ടേ നമ്മൾ പോകും. കാരണം എല്ലാ യാത്രകളും നിർവിഘ്നമായിട്ട് പരിസമാപിക്കണം എന്നുള്ളൊരു വിശ്വാസത്തിൽ. നമ്മൾ നേരെ ട്രെയിനിലാണ് പോകുന്നത്. ട്രെയിനിൽ കേരള എക്സ്പ്രസ് ആണ്. തിരുപ്പതിക്ക് നേരിട്ട് പോകാനായിട്ട് നമുക്ക് 2 ട്രെയിനുകളാണ് ഡെയിലി ഉള്ളത്. ഒന്ന് കേരള എക്സ്പ്രസ്, തിരുവനന്തപുരത്ത് നിന്നും ന്യൂഡൽഹി വരെ പോകുന്ന കേരള എക്സ്പ്രസ്. അതില്ലെങ്കിൽ നമുക്കുള്ളത് ജയന്തി ജനത, കന്യാകുമാരിയിൽ നിന്നും പൂനെ വരെ പോകുന്ന ട്രെയിനാണ്. അപ്പോൾ നമുക്ക് നിയറസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത് തിരുവല്ലയാണ്. അപ്പം നമ്മൾ നേരെ തിരുവല്ലയ്ക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് എന്താ പ്രത്യേകം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കേരള എക്സ്പ്രസ്സിൻ്റെ കറക്റ്റ് ടൈം എന്ന് പറയുന്നത് 2:20, 2:30 പക്ഷേ ഇന്ന് ഓൾറെഡി നമുക്ക് മെസ്സേജ് വന്നു, വണ്ടി 2 മണിക്കൂർ, അതായത് 2:30 തിരുവനന്തപുരത്ത് നിന്ന് എടുക്കുന്നത് തന്നെ. അപ്പോൾ സാധാരണ 12:30 എടുക്കുന്ന കേരള എക്സ്പ്രസ് തിരുപ്പതിയിൽ രാവിലെ 4:45, 5 മണിയോടുകൂടി എത്തും. എന്നാൽ ഇന്ന് ഈ ട്രെയിൻ 2 മണിക്കൂർ വൈകിയാണ് ഡിപ്പാർച്ചർ തന്നെ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു താമസമുണ്ട്. അപ്പോൾ നമുക്ക് 4:30 തിരുവല്ല കാണിക്കുന്നത്. അതുകൊണ്ട് നേരെ തിരുവല്ലയിലോട്ടാണ് നമ്മൾ പോകുന്നത്. സത്യം പറഞ്ഞാൽ ഇത് റെയിൽവേ തന്ന 2ാമത്തെ പണിയാണ് കേട്ടോ. ഞങ്ങൾ ആദ്യം ബുക്ക് ചെയ്തത് ആലപ്പുഴ വഴി തിരുപ്പതിയിൽ പോകുന്ന ട്രെയിനാണ്. അത് സ്പെഷ്യൽ ട്രെയിനാണ്, വീക്ക്ലി എക്സ്പ്രസ് ആണ്. അത് സുവർണ ജയന്തി, അത് ചൊവ്വാഴ്ചകളിൽ നമുക്ക് തിരുപ്പതിയിൽ പോകാൻ പറ്റും. അപ്പോൾ അതായിരുന്നു ഞങ്ങൾ ആദ്യം ബുക്ക് ചെയ്തത്. കൺഫേമേഷൻ ആയിരുന്നു ടിക്കറ്റുകളെല്ലാം. പക്ഷേ റെയിൽവേ നമുക്കവിടെ ഒരു പണി കിട്ടി. റെയിൽവേ നമ്മളെ ചതിച്ചു. ആ ട്രെയിൻ തന്നെ ഇവന്മാർ ക്യാൻസലാക്കി കളഞ്ഞു. അപ്പോൾ എന്തു പറ്റി? നമ്മുടെ ട്രെയിൻ തന്നെ ക്യാൻസലായി. യാത്രയ്ക്ക് അതൊരു ബുദ്ധിമുട്ടായി. ഓൾറെഡി അവിടെ ദർശനത്തിനും കാര്യങ്ങളൊക്കെ നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ, മറ്റൊരു ട്രെയിൻ, അതായത് കേരള തന്നെ വീണ്ടും ബുക്ക് ചെയ്യേണ്ടതായിട്ട് വന്നു. ബുക്ക് ചെയ്തപ്പോൾ വെയിറ്റിംഗ് ലിസ്റ്റ് ആയിരുന്നു, RAC ആയി. പിന്നെ ദൈവാനുഗ്രഹം കൊണ്ട് കൺഫർമേഷൻ ലഭിച്ചു. കൺഫർമേഷൻ ലഭിച്ചു എന്ന് കഴിഞ്ഞതിന് ശേഷമാണ് ഇന്ന് മനസ്സിലാക്കിയത് വണ്ടി 2 മണിക്കൂർ ലേറ്റായിട്ടാണ് ട്രിവാൻഡ്രത്തു നിന്ന് എടുക്കുന്നത്. അങ്ങനെ ആകെപ്പാടെ റെയിൽവേ നമുക്ക് പണി തന്ന ദിവസമായിരുന്നു. എന്തായാലും തിരുവല്ല നമ്മൾ എത്തി. അത്യാവശ്യം ചെറിയ രീതിയിൽ മഴയുണ്ട് കേട്ടോ. രാവിലെ നല്ല മഴയായിരുന്നു, പക്ഷെ നമ്മൾ ഇറങ്ങിയ സമയത്ത് അങ്ങനെ മഴയോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇപ്പോൾ അത് തിരുവല്ല എത്തിയപ്പോൾ ചെറിയൊരു ചാറ്റലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് MC റോഡാണ്. അമ്പലപ്പുഴ നേരെ MC റോഡിലോട്ട് വരാനായിട്ട് നമുക്ക് വഴിയുണ്ട്. ആ വഴിയിലിപ്പോൾ നമ്മൾ MC റോഡിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. MC റോഡിൽ നിന്നും നമ്മുടെ KSRTC ബസ് സ്റ്റാൻഡ് കഴിഞ്ഞ് കുറച്ചുകൂടെ മുമ്പോട്ട് പോയിട്ട് വലത്തേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന വഴിയാണ് മല്ലപ്പള്ളി. ഈ ജംഗ്ഷനിൽ നിന്നും ഇടത്തോട്ട് പോയാൽ മല്ലപ്പള്ളി, നേരെ പോയാൽ റെയിൽവേ സ്റ്റേഷൻ. നമുക്ക് നേരെയാണ് പോകേണ്ടത്. ഈ ജംഗ്ഷനിൽ നിന്ന് നേരെ പോവുക. നമ്മൾ റെയിൽവേ സ്റ്റേഷൻ അടുത്തെത്താറായിട്ടുണ്ട്. ഇവിടെ എത്തിയപ്പോഴേക്കും കാലാവസ്ഥയൊക്കെ നമുക്ക് അനുകൂലമായി, മഴയൊക്കെ മാറി അത്യാവശ്യം വെയിലും കാര്യങ്ങളൊക്കെ വന്നു. ഇതാ തിരുവല്ല റെയിൽവേ സ്റ്റേഷൻ ഇടത്തോട്ടാണ്. നേരെ പോയാലും നമുക്ക് കോഴഞ്ചേരി അങ്ങോട്ടൊക്കെ പോകാം കേട്ടോ. കോഴഞ്ചേരി, പത്തനംതിട്ട, ശബരിമല ഒക്കെ പോകാം. ഇത് തിരുവല്ല റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാനുള്ള വഴിയാണ്.
തിരുവല്ല റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുന്നു. എന്തോ പണി നടക്കുകയാണ് കേട്ടോ. റെയിൽവേ സ്റ്റേഷനിൽ മുഴുവനും പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ആദ്യം വണ്ടി പാർക്ക് ചെയ്യണം. വണ്ടി പാർക്ക് ചെയ്തിട്ട് നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവുകയാണ്. എന്തായാലും തിരുവല്ല റെയിൽവേ സ്റ്റേഷനിൽ ഒരുപാട് സൗകര്യങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. ലിഫ്റ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നേരെ ലിഫ്റ്റിൽ കയറി പ്ലാറ്റ്ഫോം നമ്പർ 2. പ്ലാറ്റ്ഫോം നമ്പർ 2-ലാണെന്ന് അവിടെ എഴുതിയിട്ട് പോലും ഇല്ല. അപ്പോഴേക്കും ട്രെയിനും വന്നു. ഒരു അനൗൺസ്മെൻറ്റ് പോലും അവിടെ ഞങ്ങൾ കേട്ടില്ല. ട്രെയിനിൻ്റെ ബോഗി, അതായത് എൻജിൻ കണ്ടപ്പോഴാണ് അനൗൺസ്മെൻറ്റ് വരുന്നത്. അത് റെയിൽവേയുടെ ഭാഗത്തു നിന്നും വരുന്ന ഒരു അനാസ്ഥ തന്നെയാണ്. കാരണം ഇതുപോലെ കുട്ടികളും അമ്മയും സ്ത്രീയൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ അവർക്കിത് പെട്ടെന്ന് പ്ലാറ്റ്ഫോം കണ്ടുപിടിക്കാനും അല്ലെങ്കിൽ ട്രെയിനിൻ്റെ കോച്ച് കണ്ടുപിടിക്കാനും ഒക്കെ ബുദ്ധിമുട്ടാവും. ഞാൻ ട്രെയിൻ യാത്ര ആപ്പ് നോക്കിയിട്ടാണ് പ്ലാറ്റ്ഫോം നമ്പർ കണ്ടുപിടിച്ചതും കോച്ച് പൊസിഷൻ കണ്ടുപിടിച്ചതും എല്ലാം. പക്ഷെ അതൊന്ന് അനൗൺസ്മെൻറ്റ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. എന്തായാലും വണ്ടി 2 മണിക്കൂർ വൈകിയാണെങ്കിലും നമ്മൾ കാണിച്ച സമയത്ത് തന്നെ എത്തി. ഇതിപ്പോൾ കോട്ടയം റെയിൽവേ സ്റ്റേഷനാണ്. തിരുവല്ല കഴിഞ്ഞാൽ ചങ്ങനാശ്ശേരി, അത് കഴിഞ്ഞാൽ കോട്ടയമാണ് സ്റ്റോപ്പുള്ളത്. അങ്ങനെ കോട്ടയം സ്റ്റേഷൻ പിന്നിട്ട് കോട്ടയം സ്റ്റേഷനോടടുത്ത് തന്നെയാണ് അവിടുത്തെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്, നാഗമ്പടം ബസ് സ്റ്റാൻഡ്. നമ്മുടെ കുട്ടികൾക്ക് സാധാരണ വീട്ടിൽ എന്തുണ്ടാക്കി കൊടുത്താലും അവർക്ക് വിശപ്പില്ല എന്ന് പറയും. പക്ഷെ ട്രെയിനിൽ കയറി കഴിഞ്ഞാൽ അപ്പോൾ വിശപ്പ് തുടങ്ങും. അത് എൻ്റെ കുട്ടികൾക്ക് മാത്രമാണോ അതോ നിങ്ങളുടെ കുട്ടികൾക്ക് ഉണ്ടോ എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ട്രെയിനിൽ കയറിയപ്പോഴേക്കും വിശപ്പ് തുടങ്ങി. ഉടനെ മാഗി, ടൊമാറ്റോ സൂപ്പ്, അങ്ങനെയുള്ള കുറേ സാധനങ്ങൾ പോകുന്ന കണ്ടു. അവസാനം വാശി പിടിച്ച് മാഗി മേടിച്ച് 2 പേരും കഴിക്കുകയാണ്. കാലാവസ്ഥ മോശമാകുന്നുണ്ടോ എന്നറിയില്ല. എന്തായാലും ചെറിയ രീതിയിൽ പിന്നെയും മഴ പൊടിയാൻ തുടങ്ങിയിട്ടുണ്ട്. ഇരുട്ട് വീഴാൻ തുടങ്ങി. അങ്ങനെ എറണാകുളം റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഞങ്ങളോടൊപ്പം ചേട്ടത്തിയും ചേട്ടൻ്റെ മകനും അമ്മയുടെ അനിയത്തിയും അനിയത്തിയുടെ മകനും കയറി. അപ്പോൾ രാത്രി ഭക്ഷണം അവിടെ നിന്നാണ് അവർ പാക്ക് ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്നത്. ടൊമാറ്റോ റൈസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഓരോരുത്തർക്ക് വേണ്ടിയിട്ട് ചെറിയ കപ്പിലെടുത്തിട്ടുണ്ടായിരുന്നു. എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മളെല്ലാവരും അത് വളരെ രുചിയോടുകൂടി കഴിച്ചു. സമയം ഏകദേശം 9 മണിയായി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും. എന്തായാലും സുഖമായിട്ട് ഭക്ഷണം കഴിച്ചു, വയറ് നിറഞ്ഞു, സുഖമായിട്ട് കിടന്നുറങ്ങുക. നാളെ രാവിലെ തിരുപ്പതിയിൽ. അപ്പോൾ നാളെ രാവിലെ തിരുപ്പതിയിലെ വിശേഷങ്ങളുമായിട്ട് അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണാം.